ഹായ് മക്കളെ, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ 10ാം ക്ലാസ്സിലത്തെ ബയോളജിയിലത്തെ അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ്, ഇഴപിരിയുന്ന ജനിതക രഹസ്യങ്ങൾ എന്ന പാഠഭാഗത്തിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസുമായിട്ടാണ്. നമുക്ക് അറിയാം, ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണല്ലേ ഇപ്പൊ. ക്വസ്റ്റ്യൻസ് അല്ല, പാഠമാണ് അല്ലെ. നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വരുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠമാണ് എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന അൺട്രാവലിംഗ് ജനറ്റിക് മിസ്റ്ററീസ് എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാനില്ല, നമുക്ക് എന്ത് ചെയ്യാം, വേഗം എന്ത് ചെയ്യാം, ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം കേട്ടോ. അപ്പൊ നോക്കിയേ, ആദ്യത്തെ ക്വസ്റ്റ്യൻ. ഈ പിക്ചർ നമുക്കറിയാം അല്ലെ. എല്ലാവരും പഠിച്ചിരിക്കുന്ന, നമുക്ക് പ്രത്യേകിച്ച് പറയാം, ടെക്സ്റ്റ് ബുക്കിലത്തെ എല്ലാ ചിത്രങ്ങളും, അതായത് എല്ലാ പിക്ചേഴ്സും നിങ്ങൾ പഠിച്ചിരിക്കണം. അതിപ്പോ എന്തോരം ചെറുതായാലും വലുതായാലും എല്ലാ പിക്ചേഴ്സും നമ്മൾ പഠിച്ചിട്ട് വേണം എക്സാമിന് പോകാനായിട്ട്. ഏത് പിക്ചർ വരുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റൂല. അപ്പൊ നോക്കിയേ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പിക്ചർ ആണ് തന്നിരിക്കുന്നത് കേട്ടോ. അതിന്റെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. അനലൈസ് ദ ഇല്ലൂസ്ട്രേഷൻ ഗിവൺ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ചിത്രീകരണം വിശകലനം ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിയേ, ഒന്നാമത്തെ ചോദ്യം എന്താണ്? ചിത്രീകരണം എന്തിനെ സൂചിപ്പിക്കുന്നു? വാട്ട് ഡസ് ദ ഇല്ലൂസ്ട്രേഷൻ ഇൻഡിക്കേറ്റ്? പറഞ്ഞു, ഇത് ഇമ്പോർട്ടന്റ് ആന്ന് പറഞ്ഞു. ഈ ചിത്രീകരണം എന്താണ്, ഈ ചിത്രം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തറിയാം? പിക്ചർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഏതാണിത്. ഇത് ന്യൂക്ലിയോടൈഡ് ആണ് അല്ലെ. ഇതാണ് ന്യൂക്ലിയോടൈഡ് എന്നാണ് എന്ത്, ഈ പിക്ചറിന്റെ പേര് എഴുതേണ്ടത്. മനസ്സിലായ? ചിത്രീകരണത്തിന്റെ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെഴുതണം? ന്യൂക്ലിയോടൈഡ് ആണെന്ന് എഴുതണം. ന്യൂക്ലിയോടൈഡ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ബി എന്ന് അടയാളപ്പെടുത്തിയ ഭാഗം സൂചിപ്പിച്ചിരിക്കുന്ന പദം ഏത്? ബി എന്ന് നോക്കാതെ, ഇതാണ് ബി എന്നും പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അത് ഫില്ല് ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ബി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ളത് നോക്കണം അല്ലെ. എന്താണെന്ന് അറിയണ്ടേ ബാക്കിയുള്ളത്? നോക്കി, ഇതാണ് ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത്. ഇനി ഈ വട്ടത്തിലിരിക്കുന്നത് ഏതാണ്? അതിന്റെ പേര് നമുക്ക് തന്നിട്ടുണ്ട്. എന്താണ്? ഫോസ്ഫേറ്റ് ആണ് അല്ലെ. എ എന്ന് പറയുന്നത് എന്താണ്? ഇത് ഫോസ്ഫേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ വീട് പോലെ ഇരിക്കണം. നോക്കിയാൽ ഈ ഒരു ചിത്രീകരണം ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഷുഗർ, അതായത് പഞ്ചസാര തന്മാത്രയാണ് ഈ കാണുന്നത് കേട്ടാ. പഞ്ചസാരയാണ്. ഇനി ചോദിച്ചിരിക്കുന്നത് എന്താ? നമ്മളോട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്താ? ബി എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബിയുടെ പേരാണ് നൈട്രജൻ ബേസ്. ഇതാണ് നമ്മുടെ ബി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് എഴുതണം? ബി എന്താണ്? നൈട്രജൻ ബേസ് ആണെന്ന് എഴുതണം കേട്ടാ. നൈട്രജൻ ബേസ്. ഇനി നമുക്കറിയാം, DNA എത്ര ടൈപ്പ് നൈട്രജൻ ബേസുകൾ ഉണ്ട്? 4 ടൈപ്പ് ഉണ്ട് അല്ലെ. ഏതൊക്കെയാണത്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ അല്ലെ. ഇങ്ങനെ 4 തരത്തിലുള്ള നൈട്രജൻ ബേസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ 4 ടൈപ്പ് എന്തുണ്ടാവും? ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടാവും. ഇനി RNA-ലാണെങ്കിൽ ഇതിൽ എന്താണ് വ്യത്യാസം? നൈട്രജൻ ബേസുകളിൽ വ്യത്യാസം എന്തായിരിക്കും? അവിടെ എല്ലാവരും എന്താണ്? സെയിം ആണ്. പക്ഷെ ഒരെണ്ണം മാത്രം എന്താണ്? വ്യത്യാസമാണ്. DNA-ൽ എന്തുണ്ടാവും? തൈമിൻ ഉണ്ടാവും. പക്ഷെ RNA-ൽ എന്തുണ്ടാവില്ല? തൈമിൻ ഇല്ല. പകരം ആരായിരിക്കും? യുറാസിൽ ആയിരിക്കും. അത് മാത്രം എന്ത് ചെയ്യുക? ശ്രദ്ധിച്ചു വെക്കുക കേട്ടാ. DNA-ൽ തൈമിൻ ആയിരിക്കും, പകരം RNA-ൽ തൈമിന് പകരം ആരായിരിക്കും? യുറാസിൽ ആയിരിക്കും. അപ്പൊ നിങ്ങളോട് ഒരു ചോദ്യം ചോദിക്കും, DNA-ൽ മാത്രം കാണപ്പെടുന്ന ന്യൂക്ലിയോടൈഡ് അല്ലെങ്കിൽ DNA-ൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണ് എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് എഴുതണം? തൈമീൻ എന്ന് എഴുതണം. മനസ്സിലായോ? ബാക്കിയൊക്കെ എന്താണ്? രണ്ടിലും ഉണ്ട്. അപ്പൊ തൈമീൻ ആണ് എന്ത്? DNA-ൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് എന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? തൈമീൻ ആണ്. ഇനി RNA-ൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് ഏതാണെന്ന് ചോദിച്ചാൽ ഏത് എഴുതണം? യുറാസിൽ ആണ് എഴുതാം. അങ്ങനെ ഒരു ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത് ശ്രദ്ധിച്ചിരിക്കുക കേട്ടാ. RNA-ൽ മാത്രം കാണപ്പെടുന്ന നൈട്രജൻ ബേസ് അല്ലെങ്കിൽ ന്യൂക്ലിയോടൈഡ് ചോദിച്ചാൽ യുറാസിൽ. മനസ്സിലായില്ലേ? ഇനി അടുത്ത ചോദ്യം. അപ്പൊ ഇത് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും അല്ലെ. ഈ പിക്ചർ ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് അടയാളപ്പെടുത്താനുള്ളത് എന്നൊക്കെ നോക്കി വെക്കുക കേട്ടാ. അത് തന്നെയാണ് ഇവിടെയും കാണിച്ചിരിക്കുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. കംപ്ലീറ്റ് ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് എ ഇൻ ദ ഇല്ലൂസ്ട്രേഷൻ. നമുക്കൊരു ഇല്ലൂസ്ട്രേഷൻ തന്നിട്ടുണ്ട് അല്ലെ, ഒരു ചിത്രീകരണം തന്നിട്ടുണ്ട്. അതില് എ എന്ന ഭാഗത്ത് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് എ? ആദ്യം നമുക്ക് എ ക്വസ്റ്റ്യൻ ചെയ്യാം അല്ലെ. കംപ്ലീറ്റ് ദ പാർട്ട് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? പാരന്റ്സ് പ്ലാന്റ്, അതായത് ക്രോസിംഗ് ആണ്. ക്രോസിംഗ് ഇമ്പോർട്ടന്റ് ആണ്. എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ ഇത്. ക്രോസിംഗിന്റെ മെന്റലിന്റെ 2 ടൈപ്പ് ക്രോസിംഗ് ഉണ്ട്. ഒന്നെന്താണ്? ഒരു ക്യാരക്ടർ മാത്രം എടുത്തിട്ടുള്ള, ഒരു ചെടിയിൽ ഒരു സ്വഭാവം മാത്രം എടുത്തിട്ടുള്ള ക്രോസിംഗ് ഉണ്ട്. ഒരു ചെടിയിൽ തന്നെ 2 ക്യാരക്ടേഴ്സ്, 2 സ്വഭാവം എടുത്തിട്ടുള്ള ക്രോസിംഗ് ഉണ്ട്. ഇത് രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വരച്ച് പഠിക്കേണ്ട ഒന്നാണ്. ഇനി നോക്കിയേ,
ആദ്യം പാരന്റ്സ് എടുത്തിട്ടുള്ളത് എന്താണ്? ടോൾ അല്ലേ. ഇവിടെ നിങ്ങള് അതിന്റെ അല്ലീൽസിനെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അല്ലീലുകളെ ഒന്ന് ശ്രദ്ധിക്കുക പാരന്റ്സ്. ഓക്കെ, ഒരു അല്ലീൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ടിയും മറ്റല്ലീൽ എന്താണ്? സ്മോൾ ലെറ്റർ ടിയുമാണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഗാമേറ്റ്സ് എന്ത് വരണം? ഗാമേറ്റ്സ് 2 ടി എടുക്കണം. എന്നിട്ട് എന്ത് ചെയ്യണം? സെപ്പറേറ്റ് വട്ടം വരയ്ക്കണം. ഗാമേറ്റ്സ് ശ്രദ്ധിക്കുക, ഗാമേറ്റ്സ് സൂചിപ്പിക്കുന്നത് എങ്ങനെയാണ്? വട്ടം വരച്ചുകൊണ്ടാണ് കേട്ടോ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക? ഗാമേറ്റ്സിനെ എപ്പോഴും വട്ടം വരച്ച് സൂചിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. വേറെ ഒന്നിനും വട്ടം വരയ്ക്കാൻ നിൽക്കണ്ട കേട്ടോ. ഇപ്പൊ നോക്കിയേ, ഗാമേറ്റ്സ് എടുത്തു, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത്? ക്രോസിങ് ചെയ്തില്ലേ? ക്രോസിങ് ചെയ്ത് കിട്ടിയ ചെടികളൊന്ന് നോക്കിയേ. ഇവിടെ ക്രോസ് ചെയ്തപ്പോ എന്ത് ചെയ്ത്? ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി. അപ്പൊ അതിന്റെ സ്വഭാവം ഏതായിരിക്കും? അത് ടോൾ ആണ് അല്ലെ, ഉയരമുള്ള ചെടിയായിരിക്കും. മലയാളം മീഡിയംകാർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അവിടെ ചോദ്യം കൊടുത്തിട്ടുണ്ട്. എന്ന ഭാഗം പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, ഇവിടെ ഉയരം കൂടുതലായിരിക്കും, ഉയരം കൂടുതലുള്ള ചെടിയാണ് വന്നിരിക്കുന്നത്. ഇനി ഇവിടെ നോക്കിയേ, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇവിടെയും എന്ത് തന്നെയായിരിക്കും? ഉയരം, ടോൾ. അതായത് നിങ്ങൾ എന്ത് ശ്രദ്ധിച്ചാൽ മതി? ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടെങ്കിൽ ആ ക്യാപിറ്റൽ ലെറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? അതായിരിക്കും ആ ചെടിയുടെ സ്വഭാവം എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, ഇവിടെ ക്യാപിറ്റൽ ടി, സ്മോൾ ടി. അപ്പൊ ക്യാപിറ്റൽ ടി എന്തിനെ സൂചിപ്പിക്കുന്നു? ടോൾനെസ്, അതായത് ഉയരം കൂടുതലല്ലേ. അപ്പൊ ഉയരം കൂടുതലുള്ള ചെടി. ഇനി ഇവിടെ നോക്കിയേ, ഇവിടെയും ക്യാപിറ്റൽ ടി ഉണ്ട് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇതും എന്ത് തന്നെയായിരിക്കും? ടോൾ ആണ്, അതായത് ഉയരം കൂടിയ ചെടിയാണ്. ഇനി ഇവിടെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് ഇത് ഫില്ല് ചെയ്യാൻ, ഈ ഭാഗം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ക്രോസ് ചെയ്തിരിക്കുന്ന ആരൊക്കെയാണ് നോക്കണം അല്ലെ. ഒന്ന് നോക്കി, ആരൊക്കെ തമ്മിലാണ് ക്രോസ് ചെയ്തിരിക്കുന്നത്? സ്മോൾ ടി ഉണ്ട്, പിന്നെ ആരായിരിക്കും? സ്മോൾ ടി. അപ്പൊ സ്മോൾ ടീയും ചേർന്നാല് സിമ്പിൾ അല്ലേ. ഏറെ ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യണം? സ്മോൾ ടി, സ്മോൾ ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? വാട്ട് ഈസ് ദ ക്യാരക്ടർ ഓഫ് എ? നമ്മൾ പൂരിപ്പിച്ചു കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ചോദ്യം എന്താണ്? എ എന്ന ഭാഗത്തെ സസ്യത്തിന്റെ പ്രത്യേകത എന്ത്? ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ക്യാപിറ്റൽ സ്മോൾ ടി, സ്മോൾ ടി അല്ലേ. സ്മോൾ ടി ആണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ടി എന്തിനെയായിരിക്കും സൂചിപ്പിക്കുക? ഉയരം കുറവ് അല്ലെ, ഡ്വാർഫ്. അപ്പൊ ഇവിടെ വന്ന ചെടി എന്താണ്? ഉയരക്കുറവുള്ള ചെടി, അതായത് ഡ്വാർഫ് പ്ലാന്റ് ആണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഉയരക്കുറവ്, ഉയരം കുറഞ്ഞ ചെടിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് കേട്ടാ. അതായത് ഡ്വാർഫ് പ്ലാന്റ് ആണ് എന്ത് ചെയ്യുന്നത്? അതിന്റെ ക്യാരക്ടർ, സ്വഭാവം ചോദിച്ചാൽ ഇതാണ് എഴുതേണ്ടത്. അപ്പൊ ഡ്വാർഫ് ആണ്, അതായത് ഉയരം കുറഞ്ഞ ചെടിയാണ്. അടുത്ത എന്താണ്? സി. ഇതിൽ നിന്നും മെന്റൽ രൂപീകരിച്ച ഏതെങ്കിലും അനുമാനങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് മെന്റലിന്റെ ഇൻഫറൻസസ് എഴുതാൻ, അതായത് ക്രോസിംഗ് ചെയ്തതിന് ശേഷം മെന്റലിന് കിട്ടിയ മെന്റലിന്റെ കൺക്ലൂഷൻ, ഇൻഫറൻസസ് എന്തൊക്കെയാണ്? അതാണ് നമ്മൾ ഇവിടെ 2 ചോദിച്ചിട്ടുള്ളൂ. നമുക്ക് എന്ത് ചെയ്യാം? എന്തൊക്കെ കിട്ടിയിട്ടുണ്ടോ അതൊക്കെ പഠിക്കാം. ഒന്നാമത്തത് എന്താണ്? എ ക്യാരക്ടർ ഈസ് കൺട്രോൾഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് 2 ഫാക്ടേഴ്സ്. ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് 2 ഘടകങ്ങളാണ് അല്ലെ, 2 ഫാക്ടേഴ്സ്. കാരണം അന്ന് അദ്ദേഹത്തിന് എന്തറിയില്ലായിരുന്നു? ജീനുകളൊന്നും കണ്ടെത്തിയിരുന്നില്ല അല്ലെ, അലീൽസ് ഒന്നും അറിയില്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം അതിനെ വിളിച്ച പേരാണ് എന്ത്? ഫാക്ടേഴ്സ്. അപ്പൊ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് ആരാണ്? 2 ഘടകങ്ങളാണെന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. ഇനി അടുത്തത് എന്താണ് അദ്ദേഹത്തിന് കിട്ടിയത്? വൺ ട്രേറ്റ് ഈസ് എക്സ്പ്രസ്ഡ്, അതിനെ ഡോമിനന്റ് ട്രേറ്റ് എന്ന് പറയുന്നു. ആൻഡ് അതർ ട്രേറ്റ് റിമെയിൻസ് ഹിഡൻ, ദാറ്റ് ഈസ് റെസിസീവ് ട്രേറ്റ് ഇൻ ദ ഓഫ്സ്പ്രിംഗ് ഓഫ് ദി ഫസ്റ്റ് ജനറേഷൻ. അതായത് ആദ്യത്തെ ജനറേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് എന്താണ് കിട്ടുന്നത്? ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം കേട്ടാ. നോക്കിയേ, ഇവിടെ നോക്കിയേ, നമ്മള് ക്യാപിറ്റൽ ടി ഇൻറ്റു സ്മോൾ ടി. അതായത് നമ്മളെ പാരന്റ്സ് ആണ് എടുത്തിട്ടുള്ളത് ഇതാ. ഇത് പാരന്റ്സ് ആണ്, ഉയരം കൂടിയ പാരന്റ്സ്. നോക്കിയേ, ഉയരം കൂടിയതും ഉയരം കുറഞ്ഞതും. ഇനി നോക്കിയേ, ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം? ഗാമേറ്റ്സ്, ബീജകോശങ്ങൾ എടുക്കണം. ഗാമേറ്റ്സ് എടുത്തു. ഇത് 2 സെയിം ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഒരെണ്ണം എടുത്തു, എന്നിട്ട് എന്ത് ചെയ്ത്? റൗണ്ട് വരച്ചു അല്ലെ. ഇതിൽ നിന്നും ഒരെണ്ണം എടുത്തു. അങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടുന്നത് ഏതായിരിക്കും? ക്രോസ് ചെയ്ത് കിട്ടുന്നത് ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇതാണ് ഒന്നാമത്തെ ജനറേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ജനറേഷൻ. ഈ ഒന്നാമത്തെ ജനറേഷനിൽ നമുക്ക് കിട്ടിയത് ആരെയാണ്? ക്യാപിറ്റൽ നോക്കാട്ടാ. ക്യാപിറ്റൽ ടി നോക്കിയേ, ഇതാണ് അല്ലെ. ക്യാപിറ്റൽ ടി അപ്പൊ എന്തായിരിക്കും? ടോളാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ക്യാപിറ്റൽ ടി ഉണ്ടോ ആ ട്രേറ്റ് ആയിരിക്കും എന്ത് ചെയ്യുക? പുറമേ കാണിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കി, 2 ഉണ്ട്, ക്യാപിറ്റൽ ടി ഉണ്ട്, സ്മോൾ ടി ഉണ്ട്. പക്ഷേ ക്യാപിറ്റൽ ടി, അതായത് ടോൾനെസ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ, പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്നുള്ളൂ. ഈ സ്മോൾ ലെറ്റർ ടി എന്താണ്? ഹിഡൻ ആണ്, മറഞ്ഞിരിക്കുക. അപ്പൊ ആൾക്ക് കിട്ടിയത് എന്താണ്? രണ്ടാമത്തെ ഇൻഫ്ലുവൻസ് എന്താണ്? ഒന്നാമത്തെ ജനറേഷൻ. ശ്രദ്ധിക്കുക, F1 ഒന്നാം തലമുറയിൽ
ഒരു സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്, എപ്പോഴും എക്സ്പ്രസ് ചെയ്യും. മനസ്സിലായി? അതായത് പുറമേ കാണിക്കും. ആ ഒരു ട്രേറ്റിന്, ആ ഒരു സ്വഭാവത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡോമിനന്റ് ട്രേറ്റ് അല്ലെങ്കിൽ പ്രകട ഗുണം എന്ന് പറയുന്നു. അതായത് പുറമേ എക്സ്പ്രസ് ചെയ്യുന്ന, പുറത്തേക്ക് കാണിക്കുന്ന ആ സ്വഭാവത്തെ നമ്മൾ എന്തെന്ന് പറയും? ഡോമിനന്റ് ട്രേറ്റ്, അതായത് പ്രകട ഗുണം, പ്രകടിപ്പിക്കുന്ന ഗുണം. അപ്പൊ മറ്റേത് ഇവിടെ നോക്കിയേ, സ്മോൾ ലെറ്റർ ടി ഉണ്ടല്ലേ, അതെന്തായിരിക്കും? അത് മറഞ്ഞിരിക്കുള്ളൂ. ഹിഡൻ ആണ്. ഹിഡൻ എന്ന് പറഞ്ഞാൽ മറഞ്ഞിരിക്കുള്ളൂ ഒന്നാമത്തെ ജനറേഷനിൽ. ആ ഹിഡൻ, മറഞ്ഞിരിക്കുന്നവയെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസസീവ് ട്രേറ്റ്. ഗുപ്ത ഗുണം എന്നാണ് പറയുന്നത്. എന്താണ്? ഗുപ്ത ഗുണം. അപ്പൊ പ്രകട ഗുണം എന്താണെന്നും ഗുപ്ത ഗുണം എന്താണെന്നും ഒരു ചോദ്യം വരാം. പ്രകട ഗുണം എന്താണ്? ഒന്നാമത്തെ ജനറേഷനിലോ, അതായത് ഒന്നാം തലമുറയിൽ പ്രകടമാക്കുന്ന, പുറത്തേക്ക് എക്സ്പ്രസ് ചെയ്യുന്ന സ്വഭാവം, ക്യാരക്ടറിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? ദാറ്റ് ഈസ് ഡോമിനന്റ് ട്രേറ്റ്, എക്സ്പ്രസ് ആയിട്ടുള്ളത്. ഇനി ഹിഡൻ ആയിട്ടുള്ളത്, മറഞ്ഞിരിക്കുന്നതിനെ നമ്മൾ ഗുപ്ത ഗുണം അല്ലെങ്കിൽ റെസസീവ് ട്രേറ്റ് എന്ന് പറയും. അപ്പൊ അതാണ് രണ്ടാമത്തെ ഇൻഫ്ലുവൻസ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. ഇനി മൂന്നാമത്തേത് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ദ ട്രേറ്റ്സ് ദാറ്റ് റിമെയിൻ ഹിഡൻ ഇൻ ദ ഫസ്റ്റ് ജനറേഷൻ അപ്പിയർ ഇൻ ദ സെക്കൻഡ് ജനറേഷൻ. അതായത് ഇവിടെ ഫസ്റ്റ് ജനറേഷൻ, ഞാൻ ഇതിന്റെ സെക്കൻഡ് ജനറേഷൻ ഒന്ന് ചെയ്ത് കാണിച്ചു തരാം കേട്ടാ. നോക്കിയേ, സെക്കൻഡ് ജനറേഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഫസ്റ്റ് ജനറേഷനിൽ കിട്ടിയ ആരെയാണോ അയാളെ തന്നെ എന്ത് ചെയ്യുക? സെൽഫ് പോളിനേറ്റ് ചെയ്യുക, സ്വയപരാഗണം ചെയ്യുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നോക്കിയേ, F1 കിട്ടിയത് ദേ ഇതല്ലേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇയാളെ തന്നെ എന്ത് ചെയ്യുക? നമ്മൾ സെൽഫ് ചെയ്യണം, പോളിനേറ്റ് ചെയ്യുക, അതായത് സ്വയപരാഗണം ചെയ്യുക. ഒരു പ്രാവശ്യം കൂടെ എഴുതി അങ്ങോട്ട് ക്രോസ് ചെയ്യുക. ഇനി എന്ത് ചെയ്യണം? അതിന്റെ ഗാമേറ്റ്സ് എടുക്കണം അല്ലെ. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? സെപ്പറേറ്റ് വട്ടം വരയ്ക്കണം. ശ്രദ്ധിക്കാട്ടെ, ഇത് ഒന്നിച്ച് വട്ടം വരയ്ക്കരുത്, സെപ്പറേറ്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? വട്ടം വരയ്ക്കേണ്ടത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യാം? ക്രോസ് ചെയ്യാം. ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, ക്യാപിറ്റൽ ടി, സ്മോൾ ടി. ഇനി അടുത്തത് ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ ക്യാപിറ്റൽ ആദ്യം എഴുതാം കേട്ടാ. ക്യാപിറ്റൽ ടി, സ്മോൾ ടി, സ്മോൾ ടി. ഇപ്പൊ നോക്കിയേ, ഒന്നാമത്തെ ജനറേഷനിൽ നമ്മളെ സ്മോൾ ടി എന്താണ്? മറഞ്ഞിരിക്കുന്നില്ലേ? കാരണം ഇവിടെ കിട്ടിയ ചെടികൾ മൊത്തം എന്താണ്? ടോൾ, ഉയരം കൂടിയ ചെടികളായിരുന്നു. സ്മോൾ ടി എന്താണ് അവിടെ? മറഞ്ഞിരിക്കുന്നത്. ഡ്വാർഫിന്റെ ഗുണം എന്താ ചെയ്തിരിക്കുകയാണ്? മറഞ്ഞിരിക്കുകയാണ്, ഗുപ്ത ഗുണമായിട്ട് ഇരിക്കുന്നു. പക്ഷേ സെക്കൻഡ് ജനറേഷൻ ചെയ്തപ്പോൾ നിങ്ങൾ നോക്കിയേ, ദേ ഇവിടെ എന്താണ്? ഡ്വാർഫ് ചെടി വന്നില്ലേ? അതായത് പൊക്കം കുറഞ്ഞ, ഉയരം കുറഞ്ഞ ഒരു ചെടി കണ്ടില്ലേ, കിട്ടിയില്ലേ? അതാണ് ആര് പറഞ്ഞത്? നമ്മുടെ മെന്റൽ പറഞ്ഞ ഇൻഫ്ലുവൻസ്. അതായത് ഒന്നാമത്തെ ജനറേഷനിൽ മറഞ്ഞിരുന്ന സ്വഭാവം രണ്ടാം തലമുറയായപ്പോൾ, F2 ജനറേഷൻ ആയപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്? എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. അതാണ് മൂന്നാമത്തെ ഇൻഫ്ലുവൻസ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഒന്നാം തലമുറയിൽ മറഞ്ഞിരുന്ന ആളുകള്, ഗുപ്തഗുണമായിരുന്നവര് സെക്കൻഡ് ജനറേഷൻ ചെന്നപ്പോ എന്ത് സംഭവിച്ചു? അത് എക്സ്പ്രസ് ചെയ്തിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇനി അടുത്തത്, the ratio of the dominant recessive trait in the second generation is 3:1. ഇനി സെക്കൻഡ് ജനറേഷന്റെ റേഷ്യോ, അതായത് പ്രകട ഗുണവും അതുപോലെ ഗുപ്ത ഗുണവും തമ്മിലുള്ള റേഷ്യോ, അനുപാതം എടുത്തു നോക്കിയാൽ ഇവിടെ നോക്കിയേ, എത്ര ടോൾ കിട്ടിയിട്ടുണ്ട്? ഇത് ടോളാണ്, ഇത് ടോളാണ്, ഇത് ടോളാണ്. അപ്പൊ എത്ര ടോൾ ചെടികൾ കിട്ടിയിട്ടുണ്ട്? എത്ര ടോൾ കിട്ടിയിട്ടുണ്ട്? 3 ടോളും ഡ്വാർഫ് എത്ര കിട്ടിയിട്ടുണ്ട് നമുക്ക്? നോക്കിയേ, ഡ്വാർഫ്, ഒരു ഡ്വാർഫ് ഉയരം കുറവും. അപ്പൊ 3 പൊക്കമുള്ളതും ഡ്വാർഫ്, 3 പൊക്കമുള്ള ചെടിയും ഒരു ഉയരം കുറഞ്ഞ ചെടിയുമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ സെക്കൻഡ് ജനറേഷന്റെ അനുപാതം അല്ലെങ്കിൽ റേഷ്യോ ചോദിച്ചാൽ നമ്മൾ ഏത് പറയണം? 3:1 എന്ന് പറയണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. ഇതാണ് എന്തെന്ന് പറയണത്? നമ്മുടെ മെന്റലിന്റെ ഇൻഫറൻസ് എന്ന് പറയുന്നത്. ഇതെന്തായാലും പഠിച്ചിരിക്കണം. ഇതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്ന ചോദ്യം. റൈറ്റ് എനി 2 ഇൻഫറൻസ് ഫോർമുലേറ്റഡ് ബൈ ദി ഗ്രിഗർ മെന്റൽ ഫ്രം ദിസ് എക്സ്പെരിമെന്റ്. ഈ ഇൻഫറൻസസ് പറഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, choose the characteristic features of RNA from those given in the box. അതായത് ബോക്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് ഫീച്ചേഴ്സ് തന്നിട്ടുണ്ട് അല്ലെ. അതിൽ നിന്ന് മലയാളം മീഡിയം ഉണ്ട് കേട്ടോ. അതെ, ബോക്സിൽ തന്നിട്ടുള്ള പ്രസ്താവനയിൽ RNA-യുടെ സവിശേഷതകൾ മാത്രം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് അറിയണം? RNA DNA തമ്മിലുള്ള ഡിഫറൻസ് അറിയണ്ടേ? വേണ്ടേ? അപ്പൊ നോക്കാം നമുക്ക് അല്ലെ, RNA-യും DNA-യും തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. DNA, RNA, RNA നോക്കിയേ, ഈ DNA-ക്ക് എത്ര സ്ട്രാൻഡ് ആണുള്ളത്? എത്ര സ്ട്രാൻഡ് ഉണ്ട്? എത്ര ഇഴകളുണ്ട്? നമ്മൾ DNA വരയ്ക്കുമ്പോ എങ്ങനെയാണ് വരയ്ക്കതേ? ഇങ്ങനെയാണല്ലേ വരയ്ക്കുക DNA. അപ്പൊ DNA-ക്ക് എത്ര സ്ട്രാൻഡ് ഉണ്ട്? ഇഴകൾ, സ്ട്രാൻഡ് എത്ര എണ്ണം ഉണ്ട്? ഇഴകള് 2 ഇഴയാണുള്ളത്, 2 ഇഴകളുണ്ട്. RNA-ക്ക് എങ്ങനെയാണ്? RNA ഇത് ഇങ്ങനെ ഉള്ളു, കണ്ട, ഇങ്ങനെയാണ് RNA എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ട്രാൻഡ്, ഒരു ഇഴയേ ഉള്ളൂ. ഇനി ഇതിലുള്ള ഷുഗർ, പഞ്ചസാര, DNA-യിലുള്ള പഞ്ചസാര, DNA-യിലുള്ള പഞ്ചസാര ചോദിച്ചാൽ ഏത് പറയണം നമ്മള്? ഡിയോക്സി റൈബോസ്. ഏതാണ്?
ഡിയോക്സി റൈബോസ് ആണ് കേട്ടാ. ഡിയോക്സി റൈബോസ് ആണ് ഇവിടത്തെ ഷുഗർ. ഡിയോക്സി റൈബോസ്. RNA എന്തെങ്കിലും എന്തായിരിക്കും? RNA ഫുൾ ഫോം ഒന്ന് നോക്കിയാൽ മതി അല്ലേ? DNA ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ്. RNA ആണെങ്കിൽ റൈബോസ്. അപ്പൊ എന്ത് ചെയ്ത് ഡി മാറ്റി കളഞ്ഞാൽ മതി അല്ലേ? ഡിയോക്സി കളഞ്ഞാൽ മതി. അപ്പൊ എന്താണ് ഇവിടെ ഷുഗർ? റൈബോസ്. റൈബോസ് ഷുഗർ ആണ് ഇവിടെ ഉണ്ടാവുക കേട്ടാ. റൈബോസ്. ഇനി അടുത്ത നമ്മൾ പറയുന്നത് എന്താണ്? നമ്മുടെ നൈട്രജൻ ബേസസ്. നമ്മൾ ഫസ്റ്റ് പറഞ്ഞില്ലേ ഏതൊക്കെയായിരിക്കും നൈട്രജൻ ബേസസ് DNA കാണപ്പെടുന്നത്? DNA ഉള്ളത് ഏതൊക്കെയാണ്? അഡിനിൻ, തൈമിൻ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഇതാണ് DNA നൈട്രജൻ ബേസസ്. RNA ഏതായിരിക്കും വ്യത്യാസം? ഒരേ ഒരാൾ മാത്രം വ്യത്യാസമുള്ളൂ. തൈമിൻ ഉണ്ടാവില്ല അല്ലെ? പകരം ആര് വരും അവിടെ? യുറാസിൽ വരും. അപ്പൊ ഏതൊക്കെയാണ്? അഡിനിൻ, യുറാസിൽ, സൈറ്റോസിൻ, ഗ്വാനിൻ. ഇതാണ് എന്ത്? നമ്മുടെ DNA-യും RNA-യും തമ്മിലുള്ള ഡിഫറൻസ്. ചോദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? RNA ഫീച്ചേഴ്സ് മാത്രം എടുത്തെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഏതായിരിക്കും RNA? ഡിയോക്സി റൈബോസ് ആണോ? അല്ല, അത് DNA ആണ് അല്ലേ? അപ്പൊ അതല്ല. അടുത്ത നോക്കിയേ, സിംഗിൾ സ്ട്രാൻഡഡ്. നമ്മൾ പറഞ്ഞു അല്ലേ ഒരൊറ്റ സ്ട്രാൻഡ് ഉള്ളൂ, ഒരു ഇഴയുള്ളൂ എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഇതാണ് സിംഗിൾ സ്ട്രാൻഡഡ്. ഒരെണ്ണം കിട്ടി നമുക്ക്. അടുത്ത നോക്കാം. സീനസ് ഡബിൾ ഹെലിക്സ്. ഡബിൾ ആയിട്ടാണ് കാണപ്പെടുന്നത്, അതായത് ഇതേപോലെ രണ്ടിരയായിട്ടാണ് കാണപ്പെടുന്നത്? അല്ല അല്ലെ? അപ്പൊ ഇതല്ല. അടുത്ത നോക്കിയേ, റൈബോസ് ഷുഗർ ആണ് അല്ലേ? റൈബോസ് ഷുഗർ രണ്ടാമത്തെ ഫീച്ചർ. ഇനി യുറാസിൽ ഈസ് പ്രസന്റ് ആണോ? യുറാസിൽ പ്രസന്റ് ആണ്. അപ്പൊ 3 ഫീച്ചേഴ്സ് ആണ് എന്തിലുള്ളത്? നമ്മള് തന്നിട്ടുള്ളതിൽ. അപ്പൊ നന്നായിട്ട് വായിച്ചതിന് ശേഷം എടുത്തെഴുതാ കേട്ടോ. ചിലപ്പോ ഒരെണ്ണം ആയിരിക്കൂല ഫീച്ചേഴ്സ്. ശ്രദ്ധിച്ച് വായിച്ചിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ഉത്തരം എഴുതാനായിട്ട്. അപ്പൊ 3 ഫീച്ചേഴ്സ് ആണ് നമുക്ക് താഴെ തന്നിട്ടുള്ളത്. മലയാളം മീഡിയംകാർ ശ്രദ്ധിക്കുക. ഏതൊക്കെയായിരിക്കും? ഒരിഴ മാത്രമുള്ളൂ. പിന്നെന്താണ്? റൈബോസ് പഞ്ചസാരയാണ്. അതേപോലെ തന്നെ യുറാസിൽ കാണപ്പെടുന്നു. മനസ്സിലായില്ലേ? ചുറ്റുകോമണിയുടെ ആകൃതിയിൽ കാണപ്പെടുന്നത് ഇതല്ല അല്ലെ? നമ്മൾ DNA ആണ് പഠിച്ചിട്ടുണ്ട് അല്ലെ? 2 സ്ട്രാൻഡ് ഒക്കെ ഉള്ളത്. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? RNA ഫീച്ചേഴ്സ്. ഇനി നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ഇനി DNA ഫീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിൽ എടുത്തെഴുതാൻ അറിഞ്ഞൂടെ? അപ്പൊ RNA DNA ഡിഫറൻസ് എന്ത് ചെയ്യാ? പഠിച്ചു വെക്കാം കേട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ, റീഅറേഞ്ച് സ്റ്റെപ്സ് ഓഫ് പ്രോട്ടീൻ സിന്തസിസിന്റെ സീക്വൻഷ്യൽ ഓർഡർ. നമുക്ക് എന്ത് ചെയ്യുന്നു? പ്രോട്ടീൻ സിന്തസിസിന്റെ സ്റ്റെപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ അതെന്താണ്? മിക്സ് ആക്കി തന്നൊക്കെയാണ് അല്ലെ? ഓർഡർ അല്ല. അതെന്ത് ചെയ്യണം? നമ്മൾ ഓർഡർ ചെയ്ത് എഴുതണം. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടാ. പ്രോട്ടീൻ സിന്തസിസ് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ചിലപ്പോ പിക്ചർ തന്നിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഫീച്ചേഴ്സ് ഇതെന്ത് ചെയ്യണം? ഓർഡറിൽ എന്ത് ചെയ്യാം? എഴുതാം. ആദ്യം നമുക്ക് നോക്കാം. ആദ്യം എന്തായിരിക്കും? ആദ്യം DNA-യിൽ നിന്ന്, ഇതാണ് ഒന്നാമത്തത്. ആദ്യം ഇതാണ് ഒന്നാമത്തത്. ആദ്യം എന്താണ്? DNA-യിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. നമുക്കറിയാം DNA-ക്ക് ന്യൂക്ലിയസിന്റെ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുമോ? ഇല്ല. കാരണം DNA-ക്ക് പോരാൻ പറ്റൂല അല്ലെ? എവിടേക്കാണ് പ്രോട്ടീൻ സിന്തസിസ് ചെയ്യുന്നത്? അല്ലെങ്കിൽ എവിടെ വെച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കുന്നത് റൈബോസോമിൽ വെച്ചിട്ടാണ്. റൈബോസോം ഇരിക്കുന്നത് എവിടെയാണ്? സൈറ്റോപ്ലാസം, കോശദ്രവ്യത്തിന്റെ ഉള്ളിലാണ്. അപ്പോ DNA-ക്ക് ഇറങ്ങി റൈബോസോമിന്റെ അവിടേക്ക് എത്താൻ പറ്റൂല. പക്ഷെ DNA-ക്ക് എന്താ? DNA-യിലാണ് എന്തിരിക്കുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ സന്ദേശങ്ങൾ, ഇൻഫോർമേഷൻ ഇരിക്കുന്നത് എവിടെയാണ്? DNA-യിലാണ്. അപ്പോ DNA എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ DNA-ക്ക് പോരാത്തത് കാരണം DNA ഒരു എന്ത് ചെയ്യും? മെസ്സഞ്ചർ, ഒരു സന്ദേശകനെ കണ്ട് എന്ത് ചെയ്യും? അയക്കും. അതാണ് ആദ്യം എന്തുണ്ടാവുന്നത്? നമ്മുടെ DNA-യിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. മെസ്സഞ്ചർ RNA. ഈ മെസ്സേജ് കൊണ്ടുപോകാനായിട്ട് വരുന്ന ആളാണ് ആര്? mRNA. അപ്പൊ DNA-യിൽ നിന്ന് mRNA രൂപപ്പെടുന്നു. അതാണ് ഒന്നാമത്തത്. എന്താണ്? mRNA ഫോംസ് ഫ്രം DNA. DNA-യിൽ നിന്ന് mRNA ഉണ്ടാകും. രണ്ടാമത്, അവിടെ ഇരുന്നാൽ മതി mRNA ഉണ്ടായിട്ട്? ഇല്ല, പുറത്തേക്ക് വരണോ അല്ലെ? ന്യൂക്ലിയസിന്റെ പുറത്തേക്ക്. ഇത് രണ്ടാമത്തത്. mRNA റീച്ചസ് ദ ഔട്ട്സൈഡ് ദ ന്യൂക്ലിയസ്. mRNA എന്ത് ചെയ്യും? ന്യൂക്ലിയസിന് പുറത്തേക്ക് വരുന്നു. വേണ്ടേ? സൈറ്റോപ്ലാസത്തിലേക്ക് എത്തണം അല്ലെ? ന്യൂക്ലിയസിന് പുറത്തേക്ക് എത്തുന്നു. പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? എവിടേക്ക് എത്തണം? എവിടെ വെച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്? റൈബോസോമിൽ വെച്ചിട്ടാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യണം? റൈബോസോമിലേക്ക് എത്തണം. മൂന്നാമത്തത്, mRNA റൈബോസോമിൽ എത്തുന്നു. mRNA റീച്ചസ് റൈബോസോം. മൂന്നാമത്തത്, റൈബോസോമിൽ എത്തിക്കഴിഞ്ഞാല് അവിടെ ആര് വരണം? ഈ പ്രോട്ടീൻ എന്ത് ചേർത്ത് വെച്ചിട്ടാണ് പ്രോട്ടീൻ നിർമ്മിക്കുന്നത്? അമിനോ ആസിഡുകളെ ചേർത്ത് വെച്ചിട്ടാണ് എന്തുണ്ടാക്കുന്നത്? പ്രോട്ടീൻ നിർമ്മിക്കുന്നത്. അപ്പൊ അമിനോ ആസിഡുകളെ കൊണ്ടുവരുന്നത് റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. സൈറ്റോപ്ലാസ്റ്റിൽ അവിടെ ആയിട്ട് കിടക്കണില്ലേ അമിനോ ആസിഡ്? കോശദ്രവ്യത്തിൽ കിടക്കാണ്. ഇതിനെ എന്ത് ചെയ്യണം? റൈബോസോമിലേക്ക് എത്തിക്കണം. റൈബോസോമിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന ആളാണ് ആര്? tRNA അല്ലെങ്കിൽ ട്രാൻസ്ഫർ RNA എന്നാണ് പറയുന്നത്. ഈ ട്രാൻസ്ഫർ RNA ആണ് എന്ത് ചെയ്യുന്നത്? ഈ അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പൊ tRNA brings different kinds of amino acids to ribosome.
അതാണ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ടിആർഎൻഎ വിവിധ അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. ഇനി എത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഇത് കൂടിച്ചേരണം അല്ലെ? എങ്ങനെയായിരിക്കും? mRNA സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നു. വെറുതെ അങ്ങോട്ട് കൂടിച്ചേർന്നാ പോരാ. mRNA എന്ത് ചെയ്യണം? ഏതൊക്കെ അമിനോ ആസിഡ് ആദ്യം വരണം, അല്ലെങ്കിൽ ഏതൊക്കെ അമിനോ ആസിഡ് കൂടിച്ചേരണം എന്നുള്ള നിർദ്ദേശം എവിടെ ഇരിക്കുന്നുണ്ട്? mRNA ഇരിക്കുന്നുണ്ട്. ഈ mRNA സന്ദേശം അനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? അമിനോ ആസിഡുകൾ ഇങ്ങനെ കൂടിച്ചേരുന്നത്. അപ്പൊ mRNA സന്ദേശം അനുസരിച്ച് അമിനോ ആസിഡുകൾ കൂടിച്ചേരുന്നു. അതാണ് അഞ്ചാമത്തെ സ്റ്റെപ്പ്. ബേസ്ഡ് ഓൺ ദി information in mRNA, amino acids are added. Add ചെയ്തതിനു ശേഷം ആരുണ്ടായി? ലാസ്റ്റ് സ്റ്റെപ്പ് എന്താണ്? പ്രോട്ടീൻ is synthesized. പ്രോട്ടീൻ ഉണ്ടായി. പ്രോട്ടീൻ നിർമ്മിക്കപ്പെടുന്നു. ഈ ഓർഡറിൽ വേണം എന്ത് ചെയ്യാനായിട്ട്? നമ്മള് എക്സാമിന് എഴുതാനായിട്ട്. ഈ നമ്പർ ഇട്ടൊക്കെയല്ല ചെയ്യേണ്ടത്. ഈ ഓർഡറിൽ എന്ത് ചെയ്യാ? ആൻസർ ഷീറ്റിലേക്ക് പകർത്തി എഴുതുക കേട്ടാ. മനസ്സിലായില്ലേ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കുന്ന ഭാഗമുണ്ട് പ്രോട്ടീൻ സിന്തസിസ്. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഇല്ലുസ്ട്രേഷൻ. പിന്നെയും ഒരു ചിത്രീകരണം തന്നെയാണ് കേട്ടാ. ഞാൻ പറഞ്ഞു ക്രോസിംഗ് എന്താണ്? ഇമ്പോർട്ടന്റ് ആണ്. ക്വസ്റ്റ്യൻ എന്താണ്? ഇൻഡിക്കേറ്റ് എ ആൻഡ് ബി യൂസിങ് സിമ്പിൾ. എയും ബിയും നമുക്ക് ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സിമ്പിൾസ്, ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരണം ഫില്ല് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നോക്കിയേ, റൗണ്ട് സീഡ് പ്ലാന്റ്, അതായത് ഉരുണ്ട വിത്തുള്ള ചെടി. അതിന് നമ്മൾ എന്താണ്? ക്യാപിറ്റൽ RR ആണ് കൊടുത്തിട്ടുള്ളത് അല്ലെ? വട്ടം വരയ്ക്കണ്ട, ജസ്റ്റ് ക്യാപിറ്റൽ RR കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ചുളുങ്ങിയ വിത്തിന് എന്തായിരിക്കും? ഇവിടെ എന്ത് കൊടുക്കുന്നു? അതിന്റെ സ്മോൾ ലെറ്റർ. അത് ആലോചിച്ചാൽ മതി കേട്ടാ. നോക്കിയേ, ഏതായിരിക്കും? റിങ്കിൾഡ് സീഡ്. ചുളുങ്ങിയ വിത്തിന് നമ്മൾ ഇവിടെ എന്ത് കൊടുക്കണം? സ്മോൾ ആർ കൊടുക്കണം. മനസ്സിലായ? സ്മോൾ ആർ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? ഇനി അടുത്ത ഉരുണ്ട വിത്തുള്ള ചെടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ ഇത് രണ്ടും കൂടെ എന്ത് ചെയ്യാ? ക്രോസ് ചെയ്താ പോരെ? ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഗാമേറ്റ്സ് വരണം അല്ലെ? എന്നിട്ട് എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടെ കൂടിച്ചേരണം. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ. ഉരുണ്ട വിത്തുള്ള ചെടി. കാരണം എന്താണ്? ക്യാപിറ്റൽ ആർ ഉണ്ട്. ക്യാപിറ്റൽ ആർ എന്താണ്? ഉരുണ്ടതാണ് അല്ലെ? ക്യാപിറ്റൽ ഉണ്ടെങ്കിൽ അതാണ് എന്ത് ചെയ്യണത്? എക്സ്പ്രസ് ചെയ്യണ, പ്രകടിപ്പിക്കുന്ന ഗുണം. അപ്പൊ നോക്കിയേ, ഇതാണ് അവിടെ കിട്ടുക നമുക്ക് കേട്ടാ. ക്യാപിറ്റൽ ആറും സ്മോൾ ആറും ഇമ്പോർട്ടന്റ് ആണ്, എന്തായാലും എക്സാമിന് വരുന്നതാണ് കേട്ടാ. ചിഹ്നങ്ങൾ ഉപയോഗിച്ച് ചെയ്യുക. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കിട്ടും. അതായത് ഉരുണ്ട വിത്തുള്ള ചെടി. അടുത്ത ക്വസ്റ്റ്യൻ, അടുത്ത ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ് കേട്ടാ. നമ്മുടെ പ്രോട്ടീൻ സിന്തസിസിനെ തന്നെ ബന്ധപ്പെടുത്തിയിട്ടുള്ളതാണ്. ഒബ്സർവ് ദി ഇല്ലുസ്ട്രേഷൻ കംപ്ലീറ്റ്. നമുക്കൊരു ഇല്ലുസ്ട്രേഷൻ, ചിത്രീകരണം തന്നിട്ടുണ്ട്. പ്രോട്ടീൻ സിന്തസിസിലെ 3 ടൈപ്പ് RNAs ഉണ്ട്. ഏതൊക്കെയായിരിക്കാം 3 ടൈപ്പ് RNA? mRNA ഉണ്ട്, tRNA ഉണ്ട് ആൻഡ് rRNA. അങ്ങനെ 3 ടൈപ്പ് RNAകളാണ് ഇന്ത്യയിലുള്ളത്. നമ്മുടെ പ്രോട്ടീൻ സിന്തസിസ്, പ്രോട്ടീൻ നിർമ്മാണത്തിലുള്ള RNAകൾ. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഓരോന്നിന്റെ ഫംഗ്ഷൻ തന്നിട്ടുണ്ട് അല്ലെ? mRNA ഫംഗ്ഷൻ എന്താണ്? mRNA ക്യാരീസ് എന്തായിരിക്കും? mRNA ക്യാരീസ് ഇൻഫോർമേഷൻ ഫ്രം DNA ടു റൈബോസോം. അതായത് എന്താണ് ചെയ്യുന്നത്? DNA-യിൽ നിന്ന് ഇൻഫോർമേഷൻ എങ്ങോട്ട് എത്തിച്ചു കൊടുക്കുകയാണ്? റൈബോസോമിലേക്ക് എത്തിക്കുന്നതാണ് ആരെന്ന് പറയുന്നത്? mRNA. അപ്പൊ mRNA എന്ത് ചെയ്യുന്നുണ്ട്? DNA-യിൽ നിന്ന് സന്ദേശം റൈബോസോമിലേക്ക് എത്തിക്കുന്നു. അതാണ് ആര് ചെയ്യുന്നത്? mRNA ചെയ്യുന്ന ഫംഗ്ഷൻ. അടുത്ത നോക്കിയ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. അമിനോ ആസിഡ്സ് ആർ ക്യാരിഡ് ടു റൈബോസോം. അമിനോ ആസിഡുകളെ റൈബോസോമിൽ എത്തിക്കുന്നു. അതാര് ചെയ്യുന്നതാണ്? അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ, ഏതാണ്? tRNA ആണ് അല്ലെ? ട്രാൻസ്ഫർ RNA. tRNA ആണ് എന്ത് ചെയ്യുന്നത്? അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത്. അടുത്ത നോക്കിയേ, റൈബോസോമിന്റെ ഭാഗമായി കാണപ്പെടുന്നു. ആസ് ദ പാർട്ട് ഓഫ് റൈബോസോംസ്. അത് ഏത് RNA ആയിരുന്നു? റൈബോസോമിന്റെ ഭാഗമായിട്ട് കാണപ്പെടുന്ന RNA ഏതാണ്? അതാണ് rRNA. ഏതാണ്? rRNA. റൈബോസോമൽ RNA എന്ന് പറയും. ഈ 3 RNAയും അതിന്റെ ഫങ്ഷൻസും ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എന്തായാലും ചോദിക്കും ട്ടാ. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ ചിത്രീകരണം. ഇതിൽ ഒരുപാട് ചിത്രീകരണം ഉണ്ട് കേട്ടോ, ശ്രദ്ധിക്കണം. ഇല്ലുസ്ട്രേഷൻ ആണ് തന്നിരിക്കുന്നത്. ഫീമെയിൽസിന്റെ മെയിൽസിന്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഫീമെയിൽസിന്റെ ജെനറ്റിക് കോൺസ്റ്റിറ്റ്യൂഷൻ എത്രയാണ്? 44+XX ആണ്. മെയിൽസിന്റെ ആണെങ്കിൽ 44+XY. നമുക്കറിയാം ടോട്ടൽ ക്രോമസോംസ് ഇൻ ഹ്യൂമൻ ബീങ്സ് ഈസ് 46. അതായത് മൊത്തം ക്രോമസോം എത്രയാണ്? 46 ക്രോമസോം ആണെന്ന് അറിയാം അല്ലെ? അതില് 44 എന്ന് പറയുന്നത് എന്താണ്? സൊമാറ്റിക് ആണ്. സ്വരൂപ ക്രോമസോമുകളും 2 സെക്സ് ക്രോമസോം, ലിംഗ ക്രോമസോമുകൾ ഉണ്ട്. അതിലൊന്ന് X ഉം ഒന്ന് എന്താണ്? Y ആണ്.
സ്ത്രീകൾക്കാണെങ്കിൽ അത് രണ്ട് സെയിം ആയിരിക്കും, XX ആയിരിക്കും. പുരുഷന്മാർക്കാണെങ്കിൽ അത് Xും Yയും ആയിരിക്കും. ഇനി നോക്കിയേ, ചോദ്യം എന്താണ് ചോദിച്ചിരിക്കുന്നത്? വിച്ച് ക്രോമോസോം is indicated by the number 44? 44 എന്ന് സൂചിപ്പിച്ചിരിക്കുന്നത് ഏത് ക്രോമോസോം ആണ്? 44. അത് രണ്ടുപേർക്കും, പുരുഷനായാലും സ്ത്രീക്കും തുല്യമാണ്, ഒരേപോലെയാണ്. അതേതായിരിക്കും? 44 എന്നുള്ളത് ഏതാണ്? സൊമാറ്റിക് ആണ് അല്ലേ? സൊമാറ്റിക് ആണ്. സൊമാറ്റിക് ക്രോമോസോംസ് ആണ്. ഇതിൽ 44 എന്ന സംഖ്യ ഏത് തരം ക്രോമോസോമുകളെ സൂചിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്വരൂപ ക്രോമോസോമുകൾ. സ്വരൂപ ക്രോമോസോം, അതായത് സൊമാറ്റിക് ക്രോമോസോംസ് ആണ്. ഇനി അടുത്തത് എന്താണ്? A, B എന്നിവ പൂരിപ്പിക്കുവാൻ. ഇവിടെ നമുക്ക് ഇതിന്റെ ക്രോസിംഗ് തന്നിട്ടുണ്ട് അല്ലെ? Aയും Bയും നമുക്കറിയാലേ, പെട്ടി വരച്ച് ചെയ്യാൻ സിമ്പിൾ അല്ലേ? ഇവിടെ നോക്കിയേ, ഇവിടെ ഏതൊക്കെ നോക്കിയിട്ട് വേണം എഴുതാനായിട്ട്? ഇതിനെയും നോക്കിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട്? ഇവിടെ എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ ഏത് വരും? Xും വരും. അതേപോലെ B ഒന്ന് നോക്കിയേതേ, ഇതിനെയും പിന്നെ എന്താണ് ഇതിനെയും. അപ്പൊ ഏതായിരിക്കും? Xും Yയും. കേട്ടാ, ഇതാണ് എന്തെന്ന് പറയണത്? നമ്മളെ പെട്ടി ഫില്ല് ചെയ്യാൻ. ഇത് ഇമ്പോർട്ടന്റ്, ക്രോസിംഗ് ചെയ്യാനായിട്ട് വരാറുണ്ട് കേട്ടാ. അപ്പൊ ഇതെന്ത് ചെയ്യാം. അതാണ് A, B എന്നിവ പൂരിപ്പിക്കാൻ പറഞ്ഞ് നമ്മൾ പൂരിപ്പിച്ചു കൊടുത്തു അല്ലെ? ഇത് ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എന്തായാലും വരുന്നതാണ് കേട്ടാ. ഇതേപോലെ പെട്ടി തന്ന് ചോദിച്ചിട്ടുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ ആൻഡ് ഇവാലുവേറ്റ് ഇറ്റ്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് കേട്ടാ. നോക്ക, ക്രോമോസോം ഓഫ് ഫാദർ ഡിറ്റർമൈൻസ് സെക്സ് ഓഫ് ചൈൽഡ്. ആൺ പെൺ ലിംഗനിർണയത്തിൽ നിർണായകമാകുന്നത് പിതാവിൽ നിന്നുള്ള ക്രോമോസോമുകളാണ്. പ്രസ്താവന വിലയിരുത്താൻ, അതായത് കുട്ടിയാണോ പെണ്ണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ പിതാവിന്റെ, അച്ഛന്റെ, ഫാദറിന്റെ ക്രോമോസോം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ശരിയാണോ തെറ്റാണോ? ഈ പ്രസ്താവന വിലയിരുത്താൻ നമ്മൾ എന്ത് ചെയ്യണം? അത് ശരിയാണെന്ന് പറയണോ അല്ലെ? ശരിയല്ലേ? അമ്മയാണോ അമ്മയുടെ ക്രോമോസോം ആണോ തീരുമാനിക്കുന്നത്? അല്ല. പല ആളുകളും, പണ്ടത്തെ ആളുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? പെൺകുട്ടിയായിട്ടുണ്ടെങ്കിൽ അമ്മനെ കുറ്റപ്പെടുത്തണേക്കാം അല്ലെ? പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല. അമ്മയുടെ കാരണം എന്താണ്? അമ്മയുടെ രണ്ട് ക്രോമോസോംസ്, ലിംഗ ക്രോമോസോംസ് ഏത് തന്നെയാണ്? XX തന്നെയാണ്. അതിൽ വ്യത്യാസം വരുന്നത് ആര് വരുമ്പോ മാത്രമാണ്? പിതാവിൽ നിന്ന് X ആണോ വരുന്നത് അല്ലെങ്കിൽ Y ആണോ വരുന്നത് എന്നനുസരിച്ചാണ് എന്ത് ചെയ്യുന്നത്? കുട്ടിയുടെ ക്രോമോസോംസ് അല്ലെങ്കിൽ ലിംഗം മാറുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ടായിരിക്കാം? കാരണം അതിന്റെ ആൻസർ ആണ് ഈ കൊടുത്തിട്ടുള്ളത്. എന്താണ്? The XY chromosomes of the father determine whether the child is male or female. കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത് ആരുടെ ക്രോമോസോമുകളാണ്? ആരുടെ ലിംഗ ക്രോമോസോമുകളാണ്? അച്ഛന്റെ, പിതാവിന്റെ ലിംഗ ക്രോമോസോമുകളാണ്. ഇപ്പൊ നോക്കിയേ, ചൈൽഡ് വിത്ത് XX chromosomes is female and one with XY chromosomes is male. അതായത് XX വരികയാണെങ്കിൽ അത് ഫീമെയിലും XY വരികയാണെങ്കിൽ അതെന്താണ്? മെയിൽ. അതായത് അച്ഛൻ്റെയിൽ നിന്ന് Y ആണ് വരുന്നതെങ്കിൽ അപ്പൊ നോക്കിയേ, അമ്മയ്ക്ക് രണ്ടും എന്തായിരിക്കും? XX ആയിരിക്കും. അച്ഛനാണ് എന്തെന്ന് പറയണത്? Xും Yയും ഉള്ളത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഗാമേറ്റ്സ് എടുക്കുമ്പോ നോക്കിയേ, ഇവിടെ നിന്ന് Xും വരും, ഇവിടെ നിന്ന് എന്താണ്? Xും Yയും വരും. ഇനി എന്ത് ചെയ്യണം? ക്രോസിംഗ് ഓവർ ചെയ്യണം അല്ലെ? അതായത് ഫെർട്ടിലൈസേഷൻ ചെയ്ത് വരുമ്പോൾ നോക്കിയേ, Xന്റെ കൂടെ അമ്മയിൽ നിന്ന് ആരെങ്ങനെ വന്നാലും എന്ത് വരുള്ളൂ? X തന്നെ വരുള്ളൂ. ഈ Xന്റെ കൂടെ അച്ഛനിൽ നിന്ന് X ആണ് വരുന്നത് വിചാരിക്കും. അപ്പൊ അവിടെ എന്തുവാവും? പെൺകുട്ടിയാവും കേട്ടാ, XX. ഇനി അമ്മയിൽ നിന്ന് ഒരു Xും അതേപോലെ അച്ഛൻ്റെ Y ആണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് വന്ന്? ആൺകുട്ടി വന്നു കേട്ടാ. അപ്പൊ അച്ഛന്റെ സെക്സ് ക്രോമോസോംസ് ആണ് എന്ത് ചെയ്യുന്നത്? കുട്ടി ആണാണോ പെണ്ണാണോ എന്ന് തീരുമാനിക്കുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് ആ ക്വസ്റ്റ്യന്റെ ആൻസർ എന്ന് പറയുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അതില് അത്രയേ ഉള്ളൂ അല്ലെ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അനലൈസ് ദി സ്റ്റേറ്റ്മെന്റ് ആൻഡ് ഗിവ് റീസൺ ഓൺ ദ ബേസിസ് ഓഫ് ജെനറ്റിക് സ്റ്റഡീസ്. നമുക്കൊരു സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന തന്നിട്ടുണ്ട്, വായിച്ചു നോക്കാം. എന്താണ്? സ്കിൻ കളർ ഓഫ് പീപ്പിൾ ലിവിംഗ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ വേൾഡ് ആർ ഡിഫറെന്റ്. അതായത് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ത്വക്കിന്റെ നിറം എന്താണ്? വ്യത്യാസമാണ് അല്ലെ? എല്ലാവരും ഒരേപോലെ ഇപ്പൊ നമ്മളെ തന്നെ നോക്കാം, നമ്മുടെ നാട്ടിൽ തന്നെ എടുക്കുക, പല ഷെയ്ഡുകൾ ഉണ്ട് അല്ലെ? നമ്മുടെ സ്കിന്നിന്റെ കളർ ഒരേപോലെയാണ് എല്ലാവരും? ഇല്ല, പല ശരിക്കും ഡാർക്ക് ആയിട്ടുള്ളതും വൈറ്റ് ആയിട്ടുള്ളതും അതിന്റെ ഇടയിലുള്ള ഒരുപാട് ഷെയ്ഡുകൾ ഉണ്ട്. അപ്പൊ അതിന്റെ കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിന്റെ കാരണം എന്താണ്? ആൻസർ ആണ്. അതിന്റെ കാരണമാണ് ആര്? മെലാനിൻ. ഒരു പിഗ്മെന്റ്, നമ്മുടെ സ്കിന്നിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? മെലാനിൻ എന്ന് പറയുന്ന പിഗ്മെന്റ്. ഈ മെലാനിന്റെ ഏറ്റക്കുറിച്ചിൽ, അതായത് the rise or fall in the production of melanin is due to the difference in the function of alleles of genes responsible for skin color. അതായത് ത്വക്കിന് നിറം കൊടുക്കുന്ന ഈ മെലാനിനെ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എന്തുണ്ടാവും? ഒരു ജീൻ ഉണ്ടാവും അല്ലെ? നമുക്കറിയാം, നമ്മുടെ ശരീരത്തിലെ എല്ലാ ക്യാരക്ടേഴ്സിനെയും കൺട്രോൾ ചെയ്യണത് ആരാണ്? ജീനുകളാണ്. ആ ജീനുകളുടെ അല്ലീൽസിൽ വ്യത്യാസം വരികയാണെങ്കിൽ സ്കിന്നിന് കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ആണ് ഏത്? മെലാനിൻ. മെലാനിനെ കൺട്രോൾ ചെയ്യുന്ന ജീനുകളുടെ അല്ലീലുകളിൽ വ്യത്യാസം വരികയാണെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? മെലാനിന്റെ ഉൽപാദനം കൂടുകയും കുറയുകയും ചെയ്യും.
ആ വ്യത്യാസത്തിനനുസരിച്ച് മെലാനിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യും? ചിലപ്പോ റൈസ് ചെയ്യും, കൂടും, ചിലപ്പോ എന്ത് ചെയ്യും? ഫാൾ ചെയ്യും, കുറയും. മനസ്സിലായ? അങ്ങനെ വരുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? പല ആളുകൾക്കും പല ഷെയ്ഡിലുള്ള കളറുകൾ വരുന്നത്. മനസ്സിലായി? സ്കിൻ കളറുകൾ വ്യത്യാസപ്പെടുന്നു. അപ്പൊ ജീനുകളുടെ വ്യത്യാസമാണ് എന്ത് ചെയ്യുന്നത്? മെലാനിന്റെ പ്രൊഡക്ഷൻ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുന്നത്. അതിനനുസരിച്ച് എന്ത് മാറും? നമ്മുടെ സ്കിന്നിന്റെ കളർ മാറും. മനസ്സിലായില്ലേ? ത്വക്കിന്റെ നിറം വ്യത്യാസം. അപ്പൊ ഇതാണ് എന്ത്? കളർ ഡിഫറൻസ് ഇൻ ഹ്യൂമൻ സ്കിന്നിന്റെ വ്യത്യാസത്തിന് കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും ഉള്ളൂ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് പഠിക്കുക കേട്ടാ. അപ്പൊ അടുത്ത വീഡിയോയിൽ നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് ചാപ്റ്റർ ആയിട്ട് വരാം കേട്ടാ. ഓക്കെ.